നമസ്കാരം. വിവിധ ജില്ലയിലുള്ള ഫേമസ് ആയിട്ടുള്ള ക്രാക്കർ ഷോപ്പ് എക്സ്പ്ലോർ ചെയ്യുന്ന നമ്മുടെ സീരീസിലെ 6ാമത്തെ വീഡിയോ ആണിത്. ഞാൻ ഇപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ അതായത് മാഗസിനോട് കൂടി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ക്രാക്കർ ഷോപ്പായിട്ടുള്ള ഹിന്ദുസ്ഥാൻ പൈറോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിന് മുന്നിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ. നേരെ വീഡിയോയിലേക്ക്. നമസ്കാരം. നമ്മളിപ്പോൾ നിലവിലുള്ളത് ഹിന്ദുസ്ഥാൻ പൈറോ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഹെഡ് ഓഫീസായിട്ടുള്ള തെക്കുമുറി പുതിയങ്ങത്ത് ആലത്തൂർ എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നിലവിൽ നമ്മുടെ മെയിൻ ഹോൾസെയിൽ സെഗ്മെൻറ്റ് ഇവിടെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഈ ഷോപ്പ് വരുന്നത് വെച്ചാൽ നമ്മുടെ നെന്മാറ നെല്ലിയാമ്പതി പോകുന്ന വഴിയിലുള്ളതാണ് മെയിൻ. നമുക്ക് പുതിയങ്കം തെക്കുമുറി എന്ന സ്ഥലത്താണ് ഇത് വരുന്നത്. നെന്മാറയ്ക്ക് ഏകദേശം ഇവിടെ നിന്ന് 4 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അപ്പോൾ മെയിൻലി നമുക്കിപ്പോൾ വിനോദസഞ്ചാരികളെല്ലാം ഈ വഴി പാസ് ചെയ്യുന്ന നമ്മുടെ ഷോപ്പ് മെയിൻലി കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഹോൾസെയിൽ സെഗ്മെന്റ് ആണ് ഇത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ബാക്കിയുള്ള ഷോപ്പുകളും ഹോൾസെയിൽ ഉണ്ടെങ്കിലും തന്നെ നമുക്ക് ഒരു വലിയ രീതിയിലുള്ള വെറൈറ്റി കാര്യങ്ങളും അതുപോലെ തന്നെ സ്റ്റോക്കുകളും നമുക്ക് ഇവിടെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ മാഗസിനോട് കൂടിയ ഏറ്റവും വലിയ ഷോറൂമാണിത്. നമ്മൾ ഓൾറെഡി നമ്മുടെ പായന്നൂർ ഷോപ്പിൽ നിന്ന് നമ്മുടെ പ്രൊഡക്ട്സ് എല്ലാം നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ അന്നവിടെ കുറച്ച് ഐറ്റംസ് നമുക്ക് എത്താൻ ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ അവിടുത്തെ ഐറ്റംസ് നമ്മൾ വീണ്ടും കാണിക്കുന്നില്ല. നമ്മുടെ പുതിയ തരം ഐറ്റംസ് ഇവിടെ വന്നിട്ടുള്ള നമ്മൾ കാണിക്കുന്നത്. ഇത് നമ്മുടെ കോസ്മിക് നവരംഗിൻ്റെ പുതിയ മൾട്ടി ഷോട്ട് ട്രോൾ ഷോട്ടിൻ്റെ മൾട്ടി കളർ, നമ്മുടെ ബോൾസ് അല്ല, മൾട്ടി കളർ ഐറ്റംസ് ആണ്. റൈഡർ അല്ല, ഇത് മൾട്ടി കളറാണ്. പൊട്ടി വിരിയും നമുക്ക് റെഡ് ആൻഡ് ഗ്രീനുള്ള കളറാണ് അത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം എത്ര റേഞ്ച് ഇപ്പം പറയുകയാണെങ്കിൽ നമുക്ക് 250 റേഞ്ചാണ് നമുക്കത് വരുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഇത് നമ്മൾക്ക് അഷ്റഫി ഫൗണ്ടൈൻ. അതെ, ഇത് നമുക്ക് 3 കളർ അവൈലബിൾ ആണ്. റെഡ്, ഗ്രീൻ, അതുപോലെ തന്നെ ഗോൾഡൻ, 3 കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. 3 പീസാണ് വരുന്നത്. ഇത് യുവരാജിന്റെ ആണ്. ഇത് നമുക്ക് ജസ്റ്റ് 4 വലുപ്പത്തിലുള്ള അതെ ഫൗണ്ടൈൻ ആണ്. ഏകദേശം 1 മിനിറ്റിന്റെ അടുത്തൊക്കെ ടൈമിംഗ്. 1 മിനിറ്റ് ഉണ്ടാവില്ല, നമുക്കൊരു 40 സെക്കൻഡ് ആണ് ഇതിന്റെ ടൈമിംഗ്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ അടുത്ത് വരുന്നത് നമുക്കിത് 4 ഇഞ്ചിന്റെ ഷെല്ലുള്ള ഡിലക്സ് ആണ് വരുന്നത്. 4 ഇഞ്ച് സാധാരണ 2.25 നമുക്ക് വരുന്നത്. ഇത് 4 ഇഞ്ചിന്റെ 50 ഡിലക്സ് ആണ് വരുന്നത്. നമുക്ക് 2.25 നമുക്ക് ഓൾറെഡി 50 ഡിലക്സും 100 ഡിലക്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. 4 ഇഞ്ച് ഷെല്ലാണ് ഇതിൽ വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല അതെ തീർച്ചയായും. പിന്നെ അതുപോലെ തന്നെ 100 ഡിലക്സ് ഉണ്ട്, 24 ഡിലക്സ് ഉണ്ട്. ഇത് നമുക്ക് 2.25 ആണ്, അത് 4 ഇഞ്ചിന്റെ ആണ്. ഇതിന്റെ ഡിഫറൻസ് നമുക്ക് കണ്ടറിയും. രണ്ടും 100 ഡിലക്സ് ആണ്, രണ്ടും ഒരേ കമ്പനി തന്നെയാണ്. പക്ഷെ അതിന്റെ ഡിഫറൻസ് നമുക്ക് ഇത് 4 ഇഞ്ചാണ്, ഇത് 2.75 ആണ്. ഇതും ഒരു പുതിയ ഐറ്റം ആണ്. നമ്മളെ കാണിച്ചിരുന്നില്ല. ഇത് 3-in-1 ഫൗണ്ടൈൻ ആണ്. 3 ടൈപ്സ് ഫൗണ്ടൈൻ ആണ് ഇത് വരുന്നത്. 3 സ്റ്റെപ്പ് ആണോ? 3 സ്റ്റെപ്പ്. അതെ, ഇങ്ങനെ ആദ്യം ഗോൾഡൻ കളർ, വൈറ്റ്, വൈറ്റ് ആൻഡ് റെഡ്. ഇത് നമ്മുടെ പമ്പര നിയാസ് ബ്രാൻഡിന്റെ 5 പീസ് പമ്പരാണ്. 10 പീസ് പമ്പരാണ്. നമ്മളിത് അവിടെ കാണിച്ചത് നമ്മൾ സ്റ്റോക്ക് വരുന്നത് അതുപോലെ തന്നെ അജന്തറ ഗോൾഡൻ റാപ്പിറ്റ്. ഇതും ഒരു വെറൈറ്റി ഫൗണ്ടൈൻ ആണ്. ഈ വർഷത്തെ ഒരു പുതിയ ഐറ്റം ആണ് ഇത്. അജന്തറ ആണ്. 3-in-1 ക്രാക്ലിംഗ് സിംഗിൾ പീസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യം വന്ന പെൻഡ കളക്ഷൻ നമ്മൾ 5 പീസ് നവരംഗിന്റെ തന്നെ 5 പീസ് പെൻഡ ഹൗസ് പാർട്ടി 5 കളറിൽ നമുക്ക് യെല്ലോ, അതുപോലെ ഗ്രീൻ, അതുപോലെ റെഡ് ആൻഡ് ഗ്രീൻ, റെഡ്, അതുപോലെ തന്നെ വൈറ്റ് കളേഴ്സ് ആണ്. 5 1 ഇഞ്ചിൽ വരുന്നുണ്ട്. അതെ. ഏകദേശം നമുക്കൊരു 200 രൂപ 200 രൂപ 5 പീസ്. അഫോർഡബിൾ ആയിട്ട് തീർച്ചയായും നല്ല ഫംഗ്ഷൻ, നല്ല ഐറ്റം. നമ്മളതെല്ലാം കപ്പിച്ച് നോക്കിയിട്ടാണ് വാങ്ങിച്ചത്. സോണിയുടെ സർപ്പന്റ് എക്സ് ആണ്. നമ്മൾ പഴയ തരത്തിൽ നമുക്ക് 90s ആൾക്കാരൊക്കെ അവരുടെ മൈൻഡിൽ വരുന്നത് നമ്മൾ തീപ്പെട്ടി മെഡൽ വരുന്നതാണ്. ഇത് ഇപ്പോഴത്തെ വരുന്നതാണ് ഐറ്റംസ് ആണിത്. ഇതൊരു പാക്കറ്റിൽ 10 പീസുള്ള പാക്കറ്റ്സ് ആയിട്ട് വരുന്നത്. 5 പാക്കറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. നമ്മൾ ഡിജിറ്റൽ ബോംബും മറ്റെല്ലാം നമ്മളവിടെ കണ്ടിരുന്നു. ഇതിപ്പോൾ ഒരു വെറൈറ്റീസ് ആണ്. ത്രില്ലർ ബോംബ്. നമുക്ക് ഡിജിറ്റൽ ബോംബും അഗ്നി ബോംബൊക്കെ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആയിരുന്നു. അവിടെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിരുന്നു. ഇത് ഭയങ്കര നല്ല സൗണ്ട് ഉണ്ടാവും. അപ്പൊ ഈ ഇപ്പം നോർമലി എല്ലാവരും പറയല് കിങ് റൈഡർ ആണ്. അപ്പൊ കിങ് റൈഡറിനെക്കാട്ടിലും സൗണ്ട്. തീർച്ചയായും
പവർ ഇപ്പൊ ഒരു നാടൻ ലൈൻ അതെ, അതെ. പവർ ആ ഒരു നല്ല പവറുണ്ട്. നെക്സ്റ്റ് നമ്മൾ അജിന്റെ തന്നെ ക്രാക്ലിംഗ് സോഡ. നമ്മുടെ പഴയ മൈനർ ഷോപ്പിൽ നിന്ന് നമ്മൾ കണ്ടിരുന്നത് ചെൽസി കണ്ടിരുന്നത് 1 മിനിറ്റ് തുടങ്ങുന്നത്. അതിൻ്റെ പോലെ തന്നെ ഇത് ക്രാക്ലിംഗ് ഉള്ള ഫംഗ്ഷനാണ്. ക്രാക്ലിംഗ് ഫൗണ്ടെയിൻ ആണിത്. ഇത് അത്യാവശ്യം നമുക്ക് ടൈമിംഗ് ഉള്ള ഒരു പ്രൊഡക്ട്സ് ആണ്. ഇത് മിനിയോൺസ് 5 പീസ് ഫൗണ്ടെയിൻ ആണ്. നമുക്ക് ഗോൾഡൻ സിൽവർ കളർ വരുന്ന സംഭവമാണിത്. നമ്മൾ ഓൾറെഡി ഇതിന്റെ തന്നെ ഓട്ട് ബോർഡ്സ് നമ്മുടെ മൈനർ ഷോപ്പിൽ കണ്ടിരുന്നു. അത് 5 കളറായിരുന്നു. ഇത് നമുക്ക് റെഡ് ആൻഡ് സിൽവർ മറ്റേ ഗോൾഡൻ ആൻഡ് സിൽവർ ആണ് വരുന്നത്. 5 പീസും അതുപോലെ പിന്നെ നമ്മൾ വരുന്ന ഓസ്കാർ 3 ഇൻ ഫൗണ്ടെയിൻ ആണ്. നല്ലൊരു വെറൈറ്റി സാധനങ്ങളാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് കാണാൻ പറ്റുന്ന സാധനമാണ്. ഒരു ബട്ടർഫ്ലൈ സ്റ്റൈലാണുള്ളത്. 3 ഫംഗ്ഷൻ ആണ് ഇത് വരുന്നത്. 3 സ്റ്റേജസ്. അതെ, 3 സ്റ്റേജസ്. ആദ്യം നമുക്ക് ക്രാക്ലിംഗ്, പിന്നെ റെഡ് ആൻഡ് ഗ്രീന്, പിന്നെ സിൽവർ ആയിട്ട് കത്തുന്ന ഐറ്റമാണ്. നമ്മൾ ഗോൾഡൻ റോബിറ്റ് ആണെങ്കിൽ ഗോൾഡൻ കളർ മാത്രം. അതെ, ഇത് 3 കളർ. അതെ, നല്ല ഐറ്റമാണ്. ഫാസ്റ്റ് മൂവിങ് ആയിട്ടാണ്. നല്ല അത്യാവശ്യം നമുക്ക് സേഫസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നമുക്ക് കുട്ടികൾക്ക് പറ്റിയൊരു വെറൈറ്റി ഡിസ്പ്ലേ കാണാൻ നല്ല രസം. നന്നായിരിക്കും. അജന്തയുടെ പ്രൊഡക്ട്സ് ആണത്. ഇത് നമ്മൾ റോക്കറ്റ് സെക്ഷനിലേക്ക് കിടക്കുന്നത്. ഇത് ബേബി റോക്കറ്റ് ഉണ്ട്, റോക്കറ്റ് ബോംബ് ഉണ്ട്. നമ്മളത് 2 സൗണ്ട് റോക്കറ്റ്, 3 സൗണ്ട് റോക്കറ്റ്, അതുപോലെ തന്നെ നമുക്ക് ലുണിക്സ് റോക്കറ്റ്, അതുപോലെ തന്നെ വിസ്ലിംഗ് റോക്കറ്റ് നമ്മൾ അവൈലബിൾ ആണ്. നമ്മൾ ഓൾറെഡി നമ്മൾ കാണിച്ചിരുന്നു, പഴയ വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു. അവിടെ നമ്മൾ റോക്കറ്റ് ബോംബിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, റോക്കറ്റ് ബോംബിൽ ബേബി റോക്കറ്റ് ഉണ്ട്. റോക്കറ്റ് ബോംബ് നമ്മൾ ഓൾറെഡി അവിടെ കാണിച്ചിരുന്നു. 2 സൗണ്ട്. ഇവിടെ ഇപ്പൊ ശരിക്കും എന്നാണ് ഡിസ്പ്ലേ സ്റ്റാർട്ട് ചെയ്യുക? ഇവിടെ ഇപ്പം ഹോൾസെയിൽ ആണ് മെയിൻ ആയിട്ട്. ഡിസ്പ്ലേ കാണുമ്പോൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും. റീറ്റെയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. നാളെ എന്ന് പറയുമ്പോൾ ഡേറ്റ് 6-ാം തീയതി. അതെ, 6-ാം തീയതി. നമ്മൾ ഓൾറെഡി നമ്മൾ സിംഗിൾ ഷോട്ട് നമ്മൾ കാണിച്ചിരുന്നു. ഇത് നമ്മൾ യുവരാജിന്റെ 2 പീസ് സിംഗിൾ ഷോട്ടാണ് വരുന്നത്. യുവരാജിന്റെ ബ്രാൻഡ് നമ്മൾ അവിടെ അന്ന് കണ്ടില്ല, കാണിച്ചിട്ടില്ല. നമ്മൾ ഐറ്റംസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഫ്യൂസ് ഒക്കെ കൊടുത്തു. അതെ. ഇത് തന്നെ യുവരാജിന്റെ തന്നെ 5 പീസ് നമ്മൾ 5 കളേഴ്സിന്റെ നമ്മുടെ സിംഗിൾ ഷോട്ടാണ് ഇത് വരുന്നത്. ചോട്ടാ ഭീം എന്നുള്ള പേരില് പെൻഡ സീരീസിലേക്ക് വരുന്നതാണ്. പെൻഡ സീരീസിൽ അതിന്റെ ചെറിയ ഭയം. നമ്മൾ പെൻഡ കുറച്ചുകൂടി നമുക്ക് ഇത് 1 ഇഞ്ച് സൈസ് 0.75 ഇഞ്ചാണ് ഇതിന്റെ വരുന്നത്. ഓക്കെ. ഇത് നമുക്ക് പെൻഡ കളക്ഷൻ വരുന്ന ഒരു ഐറ്റം ആണ്. ഇത് ശ്രീ സായിയുടെ പ്രൊഡക്റ്റ് ആണ്. ഇത് നമുക്ക് റഷ്യൻ റോബോ, സിൽവർ റോബോ, മൾട്ടി കളർ കണ്ടിരുന്നു. അത് സ്കൈ പെൻഡ കണ്ടു. ഇത് സിംഗിൾ കളറാണ്. നമുക്ക് ഇതിന്റെ റഷ്യൻ റോബോ, അതുപോലെ തന്നെ സിൽവറിൽ വരുന്നത്. പിന്നെ നമുക്ക് എമറാൾഡ് റോബോ ഗ്രീൻ കളറിൽ വരുന്നുണ്ട്. 3 ടൈപ്പാണ്. നമുക്ക് 3 വെറൈറ്റീസ് ആണ് ഇതിൽ വരുന്നത്. ഇതിന്റെ പെൻഡയാണ് നമ്മൾ അന്ന് കണ്ടത്. 5 പീസ് കളക്ഷൻ നമ്മൾ 5 കളേഴ്സിലുള്ള ഐറ്റം കണ്ടത്. നമുക്ക് പെൻഡൊക്കെ ഇപ്പം ഏകദേശം എത്ര മുതൽ? നമുക്ക് 2-3 നമ്മൾ കമ്പനി ചെയ്യുന്നുണ്ട്. 200 രൂപ, 240 രൂപ ഉണ്ട്, 180 രൂപ കമ്പനി ഉണ്ട്. നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് കൊടുക്കാം. 180 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ശ്രീ സൈഡ് ആണ് വരുന്നത്. ഇത് നമുക്ക് അഫോർഡബിൾ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഷവേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി വെറൈറ്റീസ് ഒരുപാട് നമ്മൾ കാണിച്ചിരുന്നു. ഇത് ഡിസ്കോ ഷവർ 5 പീസ് ഡിസ്കോ ഷവർ ആണ്. ഇതും ഒരു അഫോർഡബിൾ റേറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പനിയുടെ 5 പീസ് ഡിസ്കോ ഷവർ ആണിത്. ഇത് പിന്നെ നമുക്ക് നിക് ജൂനിയർ നമ്മുടെ ഫൗണ്ടെയിൻ ആണ്. ചോട്ടാ ഭീം എന്നുള്ള ഐറ്റംസ് യുവരാജിന്റെ ആണ്. 5 പീസ് 5 കളേഴ്സിലുള്ള പ്രൊഡക്ട്സ് ആണിത്. യുവരാജൊക്കെ നമ്മുടെ കാലിക്കറ്റ് റീജിയനിൽ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ട് നമ്മൾ നന്നായി ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫൗണ്ടൻ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം അവരുടെ 56 ജെയിൻ്റ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്തിരുന്നു. നല്ല പൊട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവരിപ്പം ഹോൾസെയിൽ ആയിട്ടുള്ള മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഷോപ്പ് വർക്ക് ചെയ്യുന്നത്. ഡിസ്പ്ലേ ഒക്കെ ഇവർ പുറമേക്ക് സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. റീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്പ്ലേ എല്ലാം പുറമേക്ക് സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സെക്ഷൻ വൈസ് ആയിട്ട് നമ്മൾ നോർമലി ചെയ്തു പോരുന്ന പോലെ നമ്മൾ എല്ലാ സെക്ഷൻ വൈസും വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് പോരാഞ്ഞ്. അപ്പോൾ നമ്മൾ ഒറ്റപ്പാലത്തുള്ള ഇവരുടെ മറ്റ് ഷോപ്പിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ പ്രൈസ് റേഞ്ചും അതുപോലെ തന്നെ ഇവരുടെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതിന് പുറമെ അന്ന് മിസ് ചെയ്ത് പോയിട്ടുള്ള കുറച്ച് ക്രാക്കേഴ്സും പിന്നെ അവർ പുതുതായിട്ട് ഇവിടേക്ക് ഇറക്കിയിട്ടുള്ള കുറച്ച് ബ്രാൻഡ്സുമാണ് നമ്മളിപ്പം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ പാലക്കാട്ടുകാർക്ക് തീർച്ചയായിട്ടും അന്ന് വിസിറ്റ് ചെയ്ത് നോക്കാനും അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള അജന്ത, ബ്ലൂ സ്റ്റാർ തുടങ്ങിയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ ക്രാക്കേഴ്സ് പർച്ചേസ് ചെയ്യാനും അത്രയ്ക്കും കൂടുതൽ കളക്ഷൻസും മാഗസിനോട് കൂടിയിട്ടുള്ള ഒരു ഷോപ്പായതിനാൽ തന്നെ നല്ലൊരു ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തീർച്ചയായിട്ടും വാങ്ങാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ബ്രോ
ഒത്തിരി നന്ദി. അപ്പം ഭയങ്കര ബിസിയാണ് സത്യം പറയുകയാണെങ്കിൽ. ഒരു ടൈം സീസൺ എടുത്തു. ഓക്കെ, അപ്പോൾ വളരെ ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മളിത് എടുക്കാനും ഇതുപോലെ ചടപടവും എന്നുള്ളൊരു രീതിയിൽ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ബ്രോ, താങ്ക് യു. ഹാപ്പി വിഷു. ശരിക്കും നിങ്ങൾ ഹാപ്പി വിഷു ടു ഓൾ. ഓക്കെ, കൂടി നമ്മൾ വിഷസ് അറിയിക്കുകയാണ്. നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്ത് നോക്കുക. ക്വാളിറ്റി ഉള്ള ക്രാക്കേഴ്സ് ആണ് ഇവർ സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ ഓൺലൈനിലെല്ലാം പർച്ചേസ് ചെയ്തിട്ട് നമുക്കിപ്പം മെസ്സേജസ് ഇൻസ്റ്റഗ്രാമിൽ ധാരാളം വരുന്നുണ്ട്, മേശപ്പ് അടക്കം പൊട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് നിങ്ങൾക്ക് മേടിക്കാൻ കൊടുക്കുന്ന സാധനങ്ങളാകുമ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ. നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് ഒന്നും പറയുന്നില്ല. ബ്രാൻഡിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എപ്പോഴും വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ക്വാളിറ്റി മനസ്സിലാക്കിക്കൊണ്ട്, ക്രാക്കേഴ്സിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിക്കൊണ്ട് 10 രൂപ കൂടുതലാണെങ്കിലും ആ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. കാരണം തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും അതുപോലെയുള്ള രീതിയിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.